ഫാഖിലിൽ മിൻഹു അക്സിർ, വേണമെങ്കിൽ കൂടുതൽ എടുത്തോളൂ, വേണമെങ്കിൽ കുറച്ച് ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഫബകാ ഖൈസ് ഇബ്നു ആസിം അത് ഓർത്തുകൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കരച്ചിലൊക്കെ കഴിഞ്ഞ അദ്ദേഹം കണ്ണ് തുടച്ച് നബിയോട്, യാ റസൂലല്ലാഹ്, അറബികളാണ് അവർക്ക് നബിതങ്ങളുടെ വ്യക്തിത്വവും അവിടുത്തെ കഴിവും അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അവർ പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കൂടെ കവികളുണ്ട്, ഞങ്ങളുടെ കൂടെ ഖതീബുമാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്, ഞങ്ങളുടെ കൂടെ ബുദ്ധിജീവികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു സാഹിത്യ മത്സരം ഇവിടെ നടത്തണം. അതിൽ ആര് ജയിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയണം. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അതൊന്നും ഇവിടെ പറ്റൂല. ഞങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളുടെ കവിയെ കൊണ്ടുവാ, നിങ്ങളുടെ പ്രഭാഷകനെ കൊണ്ടുവാ. അവരുടെ കവിയെ കൊണ്ടുവന്നു. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെയാണ് എന്റെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, പുണ്യ നബിക്ക് വേണ്ടി പാട്ടുപാടിയിരുന്ന, നിബിതങ്ങൾക്ക് വേണ്ടി കവിത ചൊല്ലിയിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത മദ്ഹിന്റെ കാവ്യങ്ങളുണ്ട് ഹസ്സാൻ എന്നവരുടെ. വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. നബിയേ, അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എന്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിട്ടില്ല നബിയേ. നബിയേ, അങ്ങയെക്കാളും സുന്ദരനായ ഭംഗിയുള്ള ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ വരികളാണ്. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഒരു ന്യൂനതയുമില്ലാതെയല്ലോ അല്ലാഹു അങ്ങയെ പടച്ചത്. അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ അങ്ങ് ജനിച്ചതുപോലുണ്ട് നബിയെ അങ്ങ് എന്ന് ഹബീബിനെ കുറിച്ച് പാടിയ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിൽ പറഞ്ഞു, എനിക്ക് പ്രഭാഷകനുണ്ട്, എന്റെ പ്രഭാഷകൻ വരട്ടെ. എവിടെയാണ് സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്? അദ്ദേഹം ദൂരെയാണ്. ആളയച്ചു നബി തങ്ങൾ വരാൻ പറഞ്ഞു. സാബിത്ത് എന്നവരൊരു ഭാഗത്ത്, ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത്. നിങ്ങളുടെ കവിയെ കൊണ്ടുവാ. അവരുടെ കവി എണീറ്റ് നിന്നു. സുബർഖാൻ ഇബ്നു ബദർ, നഹ്നുൽ മുലൂകു ഫലാ ഹയ്യുൻ യുഗാലിബുനാ മിന്നൽ മുലൂകു വഫ്മിന്നാ തുൻസബുൽ ബിയഉ. ഞങ്ങളാണ് രാജാക്കന്മാർ. അദ്ദേഹത്തിന്റെ വരികളാണ്. ഞങ്ങളാണ് കോടീശ്വരന്മാർ, ഞങ്ങളാണ് കൊടിയുയർത്തുന്നത്, ഞങ്ങളുടെ പിറകിലാണ് ജനങ്ങൾ. അവരുടെ അഭിമാനം പറയാണ്. പാട്ടുപാടാൻ തുടങ്ങി. 50 വരികളാണ് ചൊല്ലിയത്. ഇപ്പുറത്തെ ഹസ്സാൻ, ഇവര് 50 വരി ആദ്യം പഠിച്ചു വെച്ച് വന്ന് ചൊല്ലിയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇൻസ്റ്റന്റ് പോയറ്റ് ആണ്, മുർത്തജിലാണ്. അപ്പം നിന്നിട്ട് പാടാൻ 80 വരികൾ പാടി ഹസ്സാൻ റളിയല്ലാഹു. ഇന്നദ്ദവാഇബ മിൻ ഫിഹ്രിൻ വഇഖ്വതിഹിം ഖദ് ബയ്യനൂ സുനനൻ ലിന്നാസി തുത്തബഉ يرضى بها كل من كانت سريرته تقوى الإله وبالأمر الذي شرعوا. വരികളങ്ങ് പാടാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ഒരു നബിയുണ്ട്, അത് ധർമ്മം പഠിപ്പിക്കാൻ വന്ന നബിയാണ്. ഞങ്ങളുടെ കൂടെ പ്രവാചകനുണ്ട്, കണ്ണുകൾ കാണാത്ത ലോകങ്ങളെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രവാചകൻ. ഞങ്ങളുടെ കൂടെ നബിയുണ്ട്, സത്യമല്ലാതെ മറ്റൊന്നും പറയാത്ത പുണ്യപ്പൂവ്. ഞങ്ങളുടെ കൂടെ നബിയുണ്ട്, അവരുടെ കർമ്മം മുഴുവൻ സുഗന്ധമാണ്. കഅന്നഹും ഫിൽ വഗാ വൽ മൗതു മുഖ്തനിഉ ഉസ്ദുൻ ബിഹില്യത്തിൻ ഫീ അർസാഗിഹാ ഫദഉ. 80ഓളം വരികൾ അവരങ്ങ് വിയർത്തു മുമ്പിൽ ഇരുന്നിട്ട്. അവർ പറഞ്ഞു, ഗലബ ശാഇറുനാ ശാഇറക് ഗലബ ശാഇറനാ ശാഇറുക്. നിങ്ങളുടെ കവി ഞങ്ങളുടെ കവിയെ തോൽപ്പിച്ചല്ലോ നബിയെ. വഗലബ ഖതീബുക ഖതീബനാ. നിങ്ങളുടെ പ്രഭാഷകൻ ഞങ്ങളുടെ പ്രഭാഷകനെയും തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ത്വാരിദ് ഇബ്നു ഹാജിബാണ് പ്രഭാഷണം ചെയ്തത്. അതിന് മറുപടി കൊടുത്തു സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. فبما رحمة من الله لنت لهم
വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയേ, ഇതെന്തൊരു കാരുണ്യമാണ്! ഇങ്ങനൊരു കുലമഹിമയും കുടുംബ മഹിമയും അങ്ങയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ് കവികളെയും പ്രഭാഷകന്മാരെയും കൊണ്ടുവന്ന് അങ്ങയെ തോൽപ്പിക്കാൻ വന്ന ഒരു സമൂഹത്തോട് പോലും ഒരു മുഖം കറുപ്പ് പോലും കാണിക്കാതെ ആയിക്കോട്ടെ നമുക്ക് മത്സരമാവാമെന്ന് പറയാൻ നബിയെ അങ്ങയുടെ മനസ്സ് എന്തോ ഒരു ലോലമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഇത് അല്ലാഹു തന്ന കാരുണ്യമാണല്ലോ നബിയെ അങ്ങയുടെ മനസ്സ് ഇത്രമേൽ ലോലമായത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, അങ്ങങ്ങാനും ഒരു പരുഷ ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നുവെങ്കിൽ ഈ അനുയായികളെല്ലാം അങ്ങയുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഓടി മറയുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഹബീബിന്റെ സ്വഭാവ വിശുദ്ധിയാണത്. പുണ്യനിബിധങ്ങൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. കൂട്ടമായി ബുദ്ധിമാനികൾ, കവികളും പ്രഭാഷകരും ബുദ്ധിജീവികളും ചിന്തകരും ഫിലോസഫേഴ്സ് ഇവരൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി അവർക്ക് നബി ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. ഒന്ന് ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, ഖുംസ്. പിന്നെ 4 കാര്യങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിലൊന്നാണ് അനിൽ ഹൻതം. ഹൻതം നിങ്ങൾക്ക് പാടില്ലെന്ന് പറഞ്ഞു. ഹൻതം എന്ന് പറഞ്ഞാൽ കള്ളുണ്ടാക്കുന്ന ബിടാവിന് പറയുന്ന പേരാണത്. കള്ളുണ്ടാക്കുന്ന ബിടാവ്. അതിൽ നിങ്ങൾ കള്ളും വെക്കരുത്, കുടിക്കും ചെയ്യരുത്. മദ്യപാനം വേണ്ട. മദ്യപിച്ച് ഓഫീസിൽ പോകാൻ പറ്റുമോ? പറ്റൂല. മദ്യപിച്ച് സ്കൂളിൽ പോകാൻ പറ്റുമോ? മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ അത് വീട്ടിലും വേണ്ട. ഈ വീട്ടിൽ വന്ന് കച്ചറുണ്ടാക്കിയ പെണ്ണുങ്ങളൊക്കെ തച്ച് കുട്ടികളെല്ലാം വേദനിപ്പിച്ച് ചോരേൽപ്പിച്ച് പിന്നെ രാവിലെ കെട്ടിപ്പിടിക്കും. ക്ഷമിക്കണേ, ഞാൻ അറിഞ്ഞില്ല, ബോധമല്ലാണ്ട് ചെയ്തതാ. ഇസ്ലാം പറഞ്ഞു തുടരുത്, ഒരിക്കലും വേണ്ട. ഇത് നിങ്ങളുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതിവിടെ ഉണ്ട്, ഇപ്പുറത്ത് നല്ല വെള്ളമുണ്ട്, ഏത് വേണം നീ തിരഞ്ഞെടുത്തു. ഒന്ന് നീ മൃഗമായി മാറും. അത് കുടിച്ചാൽ പിന്നെ നീ മനുഷ്യനല്ല, നീ മൃഗമാണ്. മൃഗമാവേണ്ട മനുഷ്യനായി നിലനിൽക്കും. ഇതല്ലേ ഇസ്ലാം പറഞ്ഞുള്ളൂ. ഇത്രയല്ലേ ഇസ്ലാം പറഞ്ഞുള്ളൂ. നമ്മുടെ സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ, അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കുന്ന ബ്രഹ്മ കൊഗ്നിഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ ഒരാൾ ഫ്ലൈറ്റിൽ മൂത്രമൊഴിച്ചില്ലേ, ബിസിനസ് ക്ലാസ്സിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിന് 70 വയസ്സുള്ള ഉമ്മാന്റെ തലയ്ക്ക് സീറ്റ് കയറി എന്നിട്ട് മൂത്രമൊഴിച്ചു. ബാത്റൂം എന്ന വിചാരം ഫുള്ള് പൂസായിരുന്നു, കള്ളുപിടിച്ചിട്ട്. ഡൽഹിക്കാരൻ 10-17 മണിക്കൂറുള്ള യാത്ര. ആ പെണ്ണിന് ആ സീറ്റിലിരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എയർ ഹോസ്റ്റസ് ഇരിക്കുന്ന സീറ്റ് പോട്ടെ ഇരുന്നത്. 17 മണിക്കൂർ 70 വയസ്സ്. നല്ല ബിസിനസ് ക്ലാസ്സിലാണ് പോരുന്നത്. അപ്പോൾ തൊട്ട് ബാക്കത്തെ ബിസിനസ് സീറ്റിൽ നിന്ന് എണീറ്റിട്ട് മുമ്പ് പാൻറ്റൊക്കെ കഴിച്ചിട്ട് ഉസാറായിട്ട് മൂത്രമൊഴിച്ചു. ഇപ്പം നടന്ന് 2 ആഴ്ച ലേറ്റുള്ളൂ. അപ്പം അദ്ദേഹം പറയാം, എന്തിനാണ് ഈ കള്ള് ഫ്ലൈറ്റ് കൊടുക്കുന്നത്? അതിൽ നല്ല ഹെൽത്തി ഡ്രിങ്കോ ഹെൽത്തി ഭക്ഷണം കൊടുത്താൽ പോരെ. പിന്നെ നമ്മുടെ ഈ 3-3.5-4 മണിക്കൂറിലെ ഗൾഫ് സെക്ടറിലും എന്തിന് കള്ളു കൊടുക്കണം? എന്നിട്ട് കുടിച്ച് പൂസായിട്ട് ഇവർ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, എയറോസസിനെ തോണ്ടും, മറ്റുള്ള ആൾക്കാരെ അടിപിടി ഉണ്ടാക്കും. എന്തിന് നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തിറക്കണം? നല്ല മാന്യന്മാരായിട്ട് ഇന്ന് എണീറ്റ് ഇറങ്ങി പോന്നാൽ പോരെ. എന്തിനത് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചപ്പോഴേക്കും ഭയങ്കര കൗതുകമായി. നല്ലൊരു ചോദ്യമല്ലേ അത്. ബ്രഹ്മാനന്ദ തീർത്ഥ അദ്ദേഹത്തിന്റെയൊക്കെ ധൈര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മനിഷ്ഠയും വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ധർമ്മം ധർമ്മമായും നന്മ നന്മയായും സ്വാമിജി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കള്ളു കുടിക്കരുത് എന്നാ തങ്ങൾ ആദ്യം പറഞ്ഞു. ഹൻതം, നിങ്ങളുടെ കള്ളിന്റെ ഭ്രാവുകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങളത് ചെയ്യരുത്. പിന്നെ പറഞ്ഞു ദുബാ. ദുബാ എന്ന് പറഞ്ഞാൽ ശരിക്ക് മത്തനാണ്. മത്തൻ ചെത്തിയുടെ ഉള്ളിൽ നിന്ന് അതിന്റെ ചോറൊക്കെ എടുത്തിട്ട് അതൊരു പാത്രമായിട്ട് ഉണക്കിയിട്ട് അതിൽ കള്ളൊഴിച്ച് കുടിക്കും. ആ പാത്രവും നിങ്ങൾ ഇനി തുടരുത്. കള്ളും കുടിക്കരുത്, ആ പാത്രവും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ പറഞ്ഞു നഖീർ എന്നത് തെങ്ങിന്റെ ഈത്തപ്പനയുടെ ഒക്കെ മുരട് ചെത്തിയിട്ട് ആ കുറ്റി അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ മാന്തി എടുത്തിട്ട് കുഴിയാക്കി എടുത്തിട്ട് പാത്രമായി, കള്ളിന്റെ പാത്രമായി ഉപയോഗിക്കുന്ന സാധനം നഖീർ. നിങ്ങൾ അതും ചെയ്യരുത്. പിന്നെ മുസ്ഫിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടാറ് തേക്കുന്ന പോലെ പെയിന്റ് ചെയ്തിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കുന്ന കള്ളിന്റെ പാത്രമാണ്. 4 കള്ളിന്റെ പാത്രമാണ് ഇവരങ്ങ് സംസാരിച്ചത്. കാരണം ഇവർ ഫുള്ള് അവിടെ പാനീയം വിൽക്കുന്ന ആളുകളാണ്, അത് കുടിക്കുന്ന ആളുകളാണ്, വിൽക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്ക് നല്ല കള്ള് കച്ചവടക്കാരായിരുന്നു. അഹ്സായിലെ, സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്ത് കിടക്കുന്ന അഹ്സാ, അന്ന് ബഹ്റൈൻ എന്നാണ് അറിയപ്പെടുക. ഇന്നത്തെ ബഹ്റൈൻ അല്ല, ഞാൻ പറഞ്ഞു ഇന്നത്തെ ബഹ്റൈൻ അല്ല, അത് സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് അഹ്സായിന്റെ ഭാഗമാണ്.
അവരോട് പറഞ്ഞു, ഇത് നാലും നിങ്ങൾക്ക് വേണ്ട. എന്താ അർത്ഥം അറിയോ? ഈ പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കള്ളോർമ്മ വരും. എന്നിട്ട് തങ്ങൾ പറയും തങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്നകും തഖുദൂനഹു, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? എവിടുന്നാ നബിക്ക് ഈ വിവരം കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഈത്തപ്പനയുടെ മുരട് ചെത്തിയിട്ട് നിങ്ങൾ പാത്രാക്കുന്നുണ്ടല്ലേ, അതുപോലെ മുസ്ഫിത്ത് ഉണ്ടാക്കുന്നുണ്ട്. മരത്തിന്റെ പാത്രം ഉണ്ടാക്കി ടാർ ഒഴിച്ചിട്ട്, ടാർ പോലത്തെ ഒരു സാധനം പെയിന്റ് അടിച്ചിട്ട് നിങ്ങൾ അത് കള്ള് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെ മത്തൻ ഉണക്കിയിട്ട് നിങ്ങൾ പാത്രമാക്കുന്നുണ്ടല്ലേ. പിന്നെ നിങ്ങൾ മദ്യത്തിന്റെ ബ്ടാവ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇന്നകും ലതഫഅലൂന. അവർ പറഞ്ഞു, നബിയേ മൻ അഖ്ബറക്, ആരാണ് നബിയേ ഞങ്ങളുടെ ഹൻതം, നഖീർ, മുസ്ഫിത്ത്, മുഖീർ, ഇതൊക്കെ ആരാ നബിയെ നിങ്ങൾക്ക് പറഞ്ഞത്? 1000 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നബിയെ അങ്ങ് എങ്ങനെ അറിഞ്ഞു? അങ്ങ് അവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ. തങ്ങൾ പറഞ്ഞു, അൻതും തഫഅലൂന ദാലിക്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? അവര് പുഞ്ചിരിച്ചു. അവരിപ്പോ മുസ്ലിമീങ്ങളാണ്, കള്ളുടിക്കൂലാൻ തീരുമാനിച്ചതാണ്. അവര് പുഞ്ചിരിച്ചു. തങ്ങൾ പറഞ്ഞു, ഫതശ്റബൂനൽ ഖംർ, നിങ്ങൾ മദ്യപിക്കുകയും എന്നിട്ട് ഫയഅമിദു അഹദുക്കും ബിസൈഫിഹി, നിങ്ങളുടെ കത്തിയെടുത്ത് വാളെടുത്ത് നിങ്ങളുടെ അമ്മാവന്റെ മകന്റെ അടുത്ത് ചെന്ന് അമ്മാവന്റെ മകന്റെ കഴുത്ത് നിങ്ങൾ വെട്ടുന്നില്ലേ, കള്ളിന്റെ ബോധമില്ലാത്ത അവസ്ഥയിൽ. അപ്പോഴും ഒരാൾ തല താഴ്ത്തി സദസ്സിൽ നോക്കുമ്പോ ഇയാൾ ഇതുപോലെ കള്ളുടിച്ചിട്ട് അമ്മാവന്റെ മോനെ കൊന്നാളാ. അദ്ദേഹം തല താഴ്ത്തി പിടിച്ചിങ്ങനെ ഇരുന്നു. പടച്ചോനെ, ഞാൻ ഈ ചെയ്തത് നബി അറിഞ്ഞോ? അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. അഖ്ബിറൂ ബിഹിന്ന മൻ വറാഅകും, നിങ്ങളുടെ പിറകിൽ വരുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമേ. ഈ പാനീയങ്ങളും ഇതിലുപയോഗിക്കുന്ന മദ്യവും ഇനി നിങ്ങൾ തുടരുത്. മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ലഹരി വേണ്ട. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് സുലഭമായി കിട്ടിയാൽ പോലും നമുക്ക് തൊടാൻ പാടില്ല. നമ്മുടെ മക്കളെ, സ്കൂളിൽ പോകുന്ന മക്കള് പോലും ലഹരികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നിന്റെ കാവലുണ്ടാകണേ റബ്ബേ. നാട്ടുകാര് ജാഗരൂകരാവണം. നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ കൺമുമ്പിലല്ലേ. നമ്മുടെ മക്കളുടെ ഭാവി തുലച്ചുകൊണ്ട് അവരെ മനുഷ്യരല്ലാതാക്കി മാറ്റി അവരുടെ ചോര കുടിച്ച് കാശുണ്ടാക്കുന്ന രാക്ഷസന്മാരെ കണ്ടുപിടിക്കണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ ഹബീബ് ഉപദേശിച്ച ഉപദേശം ബുദ്ധിമാനികളും ഫിലോസഫേഴ്സും വന്ന ആ സംഘത്തോട് നബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്, നാലും മദ്യം വേണ്ട, ലഹരി വേണ്ട എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് ഉമ്മത്തിന് വേണ്ട എന്ന് നമ്മുടെ ഹബീബ് പറഞ്ഞാൽ, എന്റെ ഉമ്മച്ചികളെ എന്ന് ഹബീബ് ശഫാഅത്തിന്റെ നേരത്ത് വിളിക്കുമ്പോൾ കള്ളുകുടിയന്മാർക്ക് നബിയെ ഞാൻ അങ്ങയുടെ ഉമ്മച്ചിയാണെന്ന് പറഞ്ഞു വരാൻ ധൈര്യമുണ്ടാകുമോ? മയക്കുമരുന്ന് അടിമകളായ ആളുകൾ എങ്ങനെയാണ് നബിന്റെ ഉമ്മത്തിയാവുക? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നബി ചോദിച്ചാൽ, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് നിവേദക സംഘമായി വന്ന ഒരാളുണ്ട്. ഒരു സംഘത്തെ അഭിമുഖീകരിച്ച ഒരാള്, നാബിഗ ഒരാളാണ് വന്നത്. അദ്ദേഹം നല്ല കവിയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ഇൻദക യാ നാബിഗ, നാബിഗ എന്താ നിങ്ങളുടെ കൈകളിലുള്ളത്? എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? പറഞ്ഞു, നബിയേ എന്റെ കയ്യിൽ നല്ല ഒരു കവിതയുണ്ട്. ആ കവിത ഞാൻ എന്റെ കുടുംബത്തെ തറവാട്ടുകാരെ പ്രശംസിച്ചു പാടിയതാണ്. പിന്നെ അങ്ങയെയും പ്രശംസിച്ചിട്ടുണ്ട്. മദഹ്തുക ബിഹി വ മദഹ്തു ഖൗമി. അതാണ് ഹബീബിനെ. നമ്മുടെ ഈ മൗലിദ് പാരായണം എന്ന് പറയുന്ന നബിയുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അത് ഹബീബിന്റെ മദ്ഹാണ്. നാബിഗ നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? നബിയെ ഞാൻ അങ്ങയെ പറ്റിയുള്ള മദ്ഹ് പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പാടിക്കേ എന്ന് പറഞ്ഞു നബി തങ്ങൾ. നാബിഗ ബനി ജഅദ പാടുകയാണ്. تذكرت والذكرى تهيج على الفتى تذكرت والذكرى تهيج على الفتى ومن عادة المحزون أن يتذكرا بلغنا السماء مجدا وفخرا وسؤددا وإنا لنرجو فوق ذلك مظهرا
ബലഗന സമ, ഞങ്ങൾ ആകാശത്തോളം മേലെയാണ്. മജിദൻ വഫഖറൻ വസുദദ, നേതൃത്വവും അഭിമാനവും തന്റെ ഇടവും ഒക്കെ ഞങ്ങൾക്ക് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് അയാൾ ഒരു വാക്ക് പറഞ്ഞു, വല്ലാത്ത വാക്കാ പോയി. വഇന്നാ ലനർജു ഫൗഖ ദാലിക മൽഹറാ, ആകാശത്തോളം ഞങ്ങൾ എത്തിയിട്ടുണ്ട് നബിയെ, അതിനപ്പുറത്തേക്കും എത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി ചോദിച്ചു, ഇലാ ഐന യാ അബാ ലൈല, നാബിഗ, ആകാശം കടന്ന് പിന്നെ നിങ്ങളുടെ തറവാട് എങ്ങോട്ട് എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിന് നാബിഗ വല്ലാത്തൊരു മറുപടി കൊടുത്തു, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നബിയേ, സ്വർഗത്തിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഫുല്ല ഫൂഖ്. അയാളുടെ മറുപടി, നല്ലൊരു പാട്ടോ നല്ലൊരു സംസാരമോ നല്ലൊരു വർത്തമാനമോ ഒരാൾ പറയുമ്പോ അയാളോട് പറയേണ്ട വാക്കാണ് ലാ ഫുല്ല ഫൂഖ്, നിന്റെ വായക്ക് ഒരു കുഴപ്പം പറ്റാതിരിക്കട്ടെ. പുണ്യനബി ഇയാളോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടിയത് നിങ്ങൾ പറഞ്ഞത് നന്നായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ലാ ഫുല്ല ഫൂഖ്. അപ്പൊ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഫൂഖ യാ റസൂലല്ലാഹ്, അങ്ങയുടെ വായയും അങ്ങനെ തന്നെ എന്ന് നബി നിങ്ങൾക്ക് ഇങ്ങോട്ടും അദ്ദേഹം. മഹാന്മാർ പറയാ 120 കൊല്ലം ഇയാളെ ജീവിച്ചു, ഒരു പല്ല് പോലും പോയിട്ടില്ല. അത് നബിയുടെ ദുആഇന്റെ ബറക്കത്തായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചു. ലാ ഫുല്ല ഫൂഖ്, നിങ്ങളുടെ വായക്കൊരു കുഴപ്പം പറ്റാതിരിക്കട്ടെ. 120 വയസ്സിലും ഒരു പല്ല് പോലും പൊഴിഞ്ഞില്ല. നാബിഗത്തു ബനി ജഅദ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ വാക്കാ ലാ ഫുല്ല ഫൂഖ്. വല്ലാത്തൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്, അത് എത്ര മനോഹരമാണ് എന്നൊക്കെയാണ് അതിനർത്ഥം. 120 കൊല്ലം. യാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബൈഅത്ത് ചെയ്യാൻ വന്ന സുമുഖനായ ഒരു സ്വഹാബിയുണ്ട്, ജരീർ ഇബ്നു അബ്ദില്ലാഹ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ജരീറിന്റെ മുഖത്ത് മലക്കിന്റെ ഒരു സ്പർശമുണ്ട്. മലക്കിന്റെ ഒരു സ്പർശമുണ്ട് മുഖത്ത്. യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഉമർ തങ്ങൾ പറഞ്ഞു, ജരീറേ, ഈ ഉമ്മത്ത് കണ്ട യൂസുഫ് നബിയാണ് നിങ്ങൾ. എത്ര വലിയ സൗന്ദര്യമായിരുന്നു ജരീർ ഇബ്നു അബ്ദില്ലാഹ്. നിർത്തണല്ലേ, സമയം വൈകി പോകുന്നുണ്ടല്ലേ. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിരുന്നാലോ എന്നാലേ ഇൻഷാ അല്ലാഹ്. ഒന്ന് എഴുന്നേൽക്കി. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. ഇൻഷാ അല്ലാഹ് പ്രോമിസ്, ഒരു അരമണിക്കൂറിനുള്ളിൽ നിർത്തുവേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു കാര്യം പറഞ്ഞോടെ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ, ചെയർ ഒന്ന് സ്വാപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഇപ്പുറത്തുള്ള ആൾ ചെയറിലിരിക്കുക, ഇപ്പുറത്തുള്ള ആൾ നിങ്ങളെ ചെയറിലിരിക്കുക. ഒന്ന് മാറി നോക്കി, ഒന്ന് ഇരുന്ന് നോക്കി, ഒരു ചെറിയൊരു ഫ്രഷ്നെസ് തോന്നുന്നു. ഒന്ന് സീറ്റ് ഒന്ന് മാറിയിരിക്കും. അവർ ചെയർ വലിക്കലിട്ടാ ഇരിക്കുന്ന മുമ്പേ. ഇതാ അരമണിക്കൂർ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അരമണിക്കൂർ പറഞ്ഞാൽ ടൈമായിരിക്കേ. അതായത് 12:20 എല്ലാം കഴിഞ്ഞിരിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. സീറ്റ് മാറിയിരുന്നിട്ട് എങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? എന്തോ ചെറിയൊരു മാറ്റം തോന്നുന്നില്ല, ഒരു സുഖം തോന്നുന്നില്ലേ? ഒരു ചെറിയൊരു അനക്കുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ലോങ് സിറ്റിംഗ് ഒക്കെ ഈ അറബികളൊന്നും 20 മിനിറ്റിനപ്പുറം ഒന്നും ഇരിക്കില്ല ഒരു വേള കേൾക്കാൻ. 20 മിനിറ്റിലേറെ ഒരു ഷെയ്ഖ് വേള പറഞ്ഞ പോലെ എണീറ്റ് പോയിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ ഇരുന്ന്. ഇത്രയും ക്ഷമയുള്ള നല്ല മനുഷ്യന്മാർ ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ എന്നാ തോന്നുന്നത്. എത്ര നല്ല മുഅ്മിനീങ്ങൾ ലോകത്തോടും കാണുന്നില്ല. ഉണ്ടാവട്ടോ, യാ അല്ലാഹ് എന്ന് പറയല്ല, അല്ലാഹുവേ വലാ നുസക്കി അലല്ലാഹി അഹദ. പക്ഷേ ഇത്ര നല്ല ക്ഷമാശീലരായ ദീനിന്റെ മുഹിബ്ബീങ്ങൾ അല്ലാഹു നിലനിർത്തി തരട്ടെ. ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ഒരു ഗോത്രത്തലവനാണ് ജരീർ റളിയല്ലാഹു അൻഹു. ഹബീബാ നബിയുടെ കൈപിടിച്ചു എന്ന് നബിയോട് പറഞ്ഞു, ബൈഅത്തു റസൂലല്ലാഹ്. ഹബീബിന്റെ തിരുസന്നിധാനത്തിൽ വന്നുകൊണ്ടുള്ള ചർച്ചകളാണ് ഇതൊക്കെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചു, എന്നിട്ട് ഞാൻ നബി തങ്ങൾക്ക് വാക്ക് കൊടുത്തു, അലാ ഇഖാമിസ് സ്വലാഹ്, ഒരിക്കലും എന്റെ നിസ്കാരം ഞാൻ ഖളാ ആക്കില്ല നബിയേ, നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകും. നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നവരാണ്, വിശ്വാസികൾ മുസ്ലിമീങ്ങളുടെ നിസ്കാരം അവർ നിർവഹിക്കുന്നില്ല. നമ്മൾ നിസ്കാരം കൈവടിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചിന്താവാദം വിളിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു നമ്മളെ കൈവടിയും. നിസ്കാരം നിർബന്ധമാണ്.
ഞാൻ സകാത്ത് കൊടുക്കുമെന്നും എന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ പറഞ്ഞ കാര്യം അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ ഓരോ മുസ്ലിമായ എന്റെ സഹോദര സഹോദരിക്കും നന്മ വരണേ എന്ന് ഞാൻ ഗുണകാംക്ഷയുള്ളവനാകും എന്ന് നബി തങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരാള് കുതിര കച്ചവടം മഹാനായ ജരീർ തങ്ങളുമായി ചെയ്തിട്ടുണ്ട്. വഴിയെ പറയാം. ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖസഅം ഗോത്രക്കാരനാണ്. സയ്യിദു ഖൗമിഹി, ആ ഖൗമിന്റെ നേതാവാണ്. യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട യൂസുഫ് നബിയാണ്. പറഞ്ഞ യൂസുഫ് നബി എന്നല്ല, യൂസുഫ് നബിയോളം അത്രമേൽ സൗന്ദര്യമുള്ള സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. കുട്ടികൾക്ക് ജരീർ എന്ന് പേരിടാം. നല്ല സുന്ദരനായ സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അൽ ബജലി. ഇടക്ക് മുഖം ഇങ്ങനെ മറക്കുന്ന, കണ്ണേറ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. കാന യുഗത്തി വജ്ഹ, കണ്ണേറ് കൊള്ളുമോ, ആൾക്കാർ നോക്കിയിട്ട് കണ്ണു കൊള്ളിക്കോ എന്ന് പേടിച്ചിട്ട് ജരീർ തങ്ങൾ നടന്നു പോകുമ്പോൾ മുഖം മറച്ചു പോയിരുന്നു എന്ന് വരെ ഹദീസിലുണ്ട്. അത്ര സൗന്ദര്യമായിരുന്നു ജരീർ എന്നവർക്ക് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അൻത യാ ജരീർ, ജരീറേ ഫഅൻത യൂസുഫ് ഹാദിഹിൽ ഉമ്മ, നിങ്ങൾ ഈ ഉമ്മത്തിലെ യൂസുഫ് നബിയാണ്. പുണ്യ നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുകയാണ്, മിമ്പറിലാണ്. ഖുതുബ കഴിഞ്ഞ് തങ്ങൾ ചോദിച്ചു, മൻ ഹാദാ, ആരാണിത്? അവർ പറഞ്ഞു, ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി, നബി ഏത് ജരീറാണ്? റളിയല്ലാഹു അൻഹു ആണ്. തങ്ങൾ പറഞ്ഞു, അലാ വജ്ഹിക മസ്ഹതു മലകിൻ, ജരീറേ നിങ്ങളുടെ മുഖത്ത് ഒരു മലക്കിന്റെ സ്പർശമുണ്ടല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സൗന്ദര്യം ഉണ്ടാവും, ഷീസ് ആൻ ഏഞ്ചൽ, അവളൊരു മാലാഖയാണെന്ന് പറയും. പെണ്ണുങ്ങളെ പറ്റിയാണ് ഏഞ്ചൽ എന്ന് പറയാം. മലക്കുകൾ പെണ്ണുങ്ങളല്ല കേട്ടോ, അത് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അല്ല. ശരിക്കും ഒരു സ്ത്രൈണത വരുന്നുണ്ട്. മലക്ക് മാലാഖ എന്ന് പറയുമ്പോൾ പെണ്ണ് എന്ന് തോന്നും, പക്ഷെ മലക്കുകൾക്ക് ആണും പെണ്ണൊന്നും ഇല്ലല്ലോ. മലക്കുകൾ ജെൻഡർലെസ് ആണ്. ഏതായിരുന്നാലും മസ്ഹതു മലക്കിൻ, ഒരു മലക്കിന്റെ മാലാഖയുടെ സ്പർശമുണ്ടല്ലോ ജരീറേ നിങ്ങൾക്കെന്ന് പുണ്യ നബി തങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ജരീർ എന്നവർ? റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, ഞാൻ പലരെ കുറിച്ചും കേൾക്കാറുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോ ആ ഒരു ഇംപ്രഷൻ ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടാവും കുറെ ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ലേ. നമ്മളൊരാളെ കാണണമെന്ന് വിചാരിച്ചു, കണ്ടോക്കുമേ എത്രയേ ഉള്ളൂ. ജരീറേ നിങ്ങൾ മാത്രമാണ് ഇതിന്റെ അപവാദം, ഞാൻ വിചാരിച്ചതിലും മേലെയാണ് നിങ്ങളെന്ന് പുണ്യ നബി ജരീർ എന്നവരോട് റളിയല്ലാഹു അൻഹു. പിടികിട്ടിയല്ലോ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. ആ സമയം യുവാവാണ്. റളിയല്ലാഹു അൻഹുവിന് ഇരിക്കാൻ നബി തങ്ങൾ സോഫയില്ലല്ലോ, കട്ടിലില്ല. നബി തങ്ങൾ അവിടുത്തെ ഈത്തപ്പനയുടെ ഇലകൾ നിറച്ച തലയിണയുണ്ട്, അത് വെച്ചു കൊടുത്തു. ജരീർ എവിടെ ഇരുന്നോളൂ പറഞ്ഞു. നബി ഞാൻ ഇരിക്കൂല, ഞാൻ താഴെ ഇരുന്നോളാം, ഞാൻ മണ്ണിലിരുന്നോളാം, അത് അങ്ങയുടെ സീറ്റാണ് എന്ന് പറഞ്ഞ അന്നത്തെ സോഫയാണ് ആ പില്ലോന്റെ ഉള്ളിൽ കുഷ്യനൊന്നും അല്ല, ഈത്തപ്പനയുടെ ഇലയാണ് നിറച്ചത്, ഈത്തപ്പനയുടെ നാരുകൾ. എന്തായിരിക്കും അതിന്റെ ഖനം ആലോചിച്ച് നോക്കി. അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ ജരീർ എന്നവർ കൂട്ടാക്കിയില്ല. നബിയെ അത് അങ്ങയുടെ സ്ഥാനമാണ്, ഞാൻ താഴെ ഇരുന്നോളാം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അഷ്ഹദു അന്നക മിനല്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. ജരീറേ നിങ്ങൾ സ്വർഗ്ഗം അർഹിക്കുന്ന ആളാണ്. ദുനിയാവിൽ ഞാൻ മേലെയാവണം, എനിക്ക് സ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കാത്തവർ അവർക്ക് സ്വർഗ്ഗമുണ്ട്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. പരലോകം ആർക്കാന്നറിയോ? ആളാവാതിരിക്കാൻ നോക്കുന്നവർക്കാണ്. അവര് എന്നെ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്ന് മനസ്സുകൊണ്ട് ഒരു മുഅ്മിൻ കൊതിക്കാൻ പാടില്ല. നിങ്ങൾക്കത് നൽകപ്പെട്ട് നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ ഏറ്റെടുക്കാം, പക്ഷെ എനിക്ക് ആ സ്ഥാനം വേണം. എല്ലാവരും പിന്നിൽ നടന്ന് എനിക്ക് എന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ, എന്നെയാണ് നിങ്ങൾ അതാക്കേണ്ടത് ഇതാക്കേണ്ടത്, അങ്ങനെയൊന്നും പറഞ്ഞെടുക്കാൻ പാടില്ല. അത് ആഗ്രഹിക്കരുത്. സ്ഥാനം ആരും ആഗ്രഹിക്കരുത്. അവർക്കാണ് സ്വർഗ്ഗം. വലാ ഫസാദ, അവര് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നം ഒതുക്കുന്നവരാണ്, കത്തിക്കുന്നവരല്ല, ഊതിക്കെടുത്തുന്നവരാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് സ്വർഗം. അതുകൊണ്ട് ജരീറേ നിങ്ങൾ അങ്ങനത്തെ ആളാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കുണ്ടാവേണ്ട സ്വഭാവമാണത്. ഞാനല്ലേ ഇവിടുത്തെ ആള്, എന്നോട് ചോദിക്കേണ്ട ചെയ്യേ. അഹങ്കാരം പറയരുത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്, അതൊരു അറഗൻസ്, സ്റ്റബോൺ ക്യാരക്ടറായിട്ട് മാറാൻ പാടില്ല.
ജരീറേ നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ അലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ സകാത്ത് കൊടുക്കുമെന്നും ഒന്ന് ഷഹാദത്ത് ചൊല്ലി നിസ്കരിക്കുമെന്നും നോമ്പെടുക്കുമെന്നും സകാത്ത് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞു ഹജ്ജ് ഒക്കെ അതിൽ പെട്ടു. പിന്നെ പറഞ്ഞു വന്നുസ്ഹലി കുല്ലി മുസ്ലിമിൻ എല്ലാ ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ജരീറേ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? ഒരു കുടിയിരിക്കൽ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഒരു കുടിയിരിക്കൽ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ കയറി വരുന്നവരൊക്കെ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് മാത്രം ആലോചിച്ച് ചോറും വെച്ച് ഇറങ്ങി പോവുകയേ ചെയ്യുള്ളൂ. അല്ലേ? അങ്ങനെയാണ് അധികം. ഓ അല്ല, റൂമിന്റെ ഒക്കെ ഒരു വലുപ്പം, ഈ ബാത്റൂം കിട്ടിയാൽ മതിയായിരുന്നു എനിക്കൊരു പുരണ്ടാക്കാൻ, ഈ മതിലിന്റെ കൊലപ്പ് എങ്ങനെ അതൊക്കെ പൊളിക്കുക ഇതൊക്കെ പറഞ്ഞിട്ടാ പോരാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സന്തോഷിക്കാറുണ്ടോ? അൽഹംദുലില്ലാഹ് അവർക്കൊരു നല്ല വീടായി, അല്ലാഹുവിന് സ്വർഗത്തിലും വീട് കൊടുക്കട്ടെ അല്ലേ പറയേണ്ടത്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുശുമ്പ് വരൂലേ, റബ്ബിനെ മുക്കി പോകുന്നതാണല്ലോ പുറത്ത് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറയും അവന്റെ മുതലാളി ഇപ്പൊ ജയിലിലാണല്ലോ, എന്തേ പൈസ മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് വെട്ടിക്കൂട്ടിയത്, പച്ച നുണ പറയാ. ഇങ്ങനെ കളവ് പറഞ്ഞ് ആ നല്ലൊരു സന്തോഷിക്കേണ്ട നേരത്ത് മുഖം കറുപ്പിച്ചിറങ്ങിപ്പോരാ. മുസ്ലിം എല്ലാ മനുഷ്യർക്കും നന്മ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതില്ലായിരിക്കുമ്പോഴല്ലേ സിഹറും മാരണം ചെയ്യാൻ വേണ്ടി പോവുക, ഒരാൾ നന്നാവുന്നത് കാണാൻ പറ്റാണ്ടിരിക്കുമ്പോ. അത് പാടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞ വെറും നിസ്കരിക്കൽ മാത്രമല്ല, ഈ സ്വഭാവമൊക്കെ ആകുമ്പോഴേ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാരാണവര്, നന്മ വരണം എന്ന് വിചാരിക്കണം. അവരെ നന്നാവട്ടെ, അവരുടെ മക്കൾക്ക് ജോലിയാവട്ടെ, അവരുടെ മക്കളുടെ കല്യാണം കഴിയട്ടെ. എന്താ ചെയ്യാ? വല്ല കല്യാണം മുടക്കും. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആലുവയെന്നോ അല്ലെങ്കിൽ അങ്കമാലിയെന്നോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ചെറുവേലിക്കുന്നിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? നിങ്ങളെ കുട്ടീൻ്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോവാ. പിന്നെ കുഴപ്പമൊന്നുമില്ല, അന്വേഷിച്ച് ചെയ്താൽ മതിട്ടോ. കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു വിശ്വാസമായി. എന്താണ് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അന്വേഷിക്കാനല്ലോ പറഞ്ഞു. ഇവൻ കല്യാണം മുടക്കിയാണ്, അവന്റെ പണി ഇതാണ്. ഇങ്ങനെ മുടക്ക, നന്മകൾ മുഴുവനും മുടക്കുക, നല്ല കാര്യങ്ങൾക്കൊന്നും നിന്നൊടുക്കൂല, അതൊക്കെ മുടക്ക്. ഇത് ആനന്ദമായി കൊണ്ടു നടക്കുന്ന ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും ഉണ്ട്. അതെല്ലാ നാട്ടിലും ഉണ്ടാവും, ചെറുവലിക്കുന്നിൽ മാത്രം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. അങ്ങനെ ആവരുത്. എന്ത് ചെയ്യണം? കുല്ലി മുസ്ലിം എല്ലാവർക്കും നന്മ വരണം എന്ന് ജരീറേ നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജരീർ റളിയല്ലാഹു അൻഹുവിനെ ഖസാം ഗോത്രത്തിന്റെ നേതാവിനോടാണ് പറയുന്നത്. നിങ്ങളൊരു ഗോത്രത്തിന്റെ നേതാവാണ്, സർവർക്കും നന്മ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും നന്നാവണം, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം. ഇതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരാൾക്കൊരു വീടായി, അൽഹംദുലില്ലാഹ് അവർ രക്ഷപ്പെട്ടില്ലേ? ഒരാളുടെ മോനെ ജോലിയായി, അൽഹംദുലില്ലാഹ് അവരുടെ ദാരിദ്ര്യം തീർന്നില്ലേ? എല്ലാവർക്കും തീരട്ടെ, അങ്ങനെയാ വിചാരിക്കേണ്ടത്. ഒരു വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ അള്ളാഹു ഈ വീട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ. എത്ര അധ്വാനവും എത്ര ആളുകളുടെ ഒക്കെ സ്വപ്നമാണ്, അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു തന്നല്ലോ, ഇനി ഈ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ഇറങ്ങി പോരേണ്ടത്. അസൂയ വെച്ചുകൊണ്ടല്ല, എനിക്ക് ഇത്രയൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല. അത് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സഹോദരിയാ. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ കൂട്ടുകാരനോ നമ്മുടെ കൂട്ടുകാരിക്കോ നമ്മുടെ സഹോദരനോ നമ്മുടെ അനുജനോ ജ്യേഷ്ഠത്തിക്കോ ഒരു നന്മ വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? അങ്ങനെ നിങ്ങൾ ചെയ്യണേ എന്ന് പുണ്യനബിയുടെ ഉപദേശമാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് മറക്കല്ലേ, എപ്പോഴും അങ്ങനെ ചിന്തിക്കാവൂ. എല്ലാവർക്കും നന്മ വരണേ, അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, അങ്ങനെ പാടുള്ളൂ. മുസ്ലിം എല്ലാവർക്കും നന്മ വരണം എന്ന് ചിന്തിക്കണം. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്, അദ്ദീനു വന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്, നല്ലത് വരണം എന്ന് ചിന്തിക്കലാണ്. എല്ലാവർക്കും നന്മ വരണം, ഇതാഗ്രഹിക്കുന്നതിനായി ഇസ്ലാം തന്നെ പറയാം. എല്ലാവരും നന്നാവണം, ഞാൻ മാത്രം നന്നാവുക, ഞാൻ മാത്രം രക്ഷപ്പെടുക, അങ്ങനല്ല. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും നന്മ വരണം, എല്ലാ വീട്ടിലും സന്തോഷമുണ്ടാവണം. ആർക്കാണ് നബിയെ ഞങ്ങൾ ഗുണം കാക്ഷിക്കേണ്ടത്? ചോദിച്ചു. ലില്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ നിങ്ങൾ നല്ലത് വിചാരിക്കണം. അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുക. വലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നല്ലതേ വിചാരിക്കാവൂ. ഹബീബിനെ നുസ്ഹ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യണം, പിൻപറ്റണം. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഉലമാഇനോട് അല്ലെങ്കിൽ അവരുടെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളോട്
നന്മ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം, അവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കണം. ചില ഇതിന് വ്യാഖ്യാനം കൊടുത്ത ചില ഹദീസ് പണ്ഡിതന്മാർ മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഇമാം മാലിക് എന്നവർ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, മുജ്തഹിദീങ്ങളായ ഇമാമുമാർ അവർക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ചെയ്ത സേവനം, മദ്ഹബുകൾ, ഫിഖ്, കർമ്മശാസ്ത്രം, അവർ ആ സേവനം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ. അവർക്ക് നന്മ ചെയ്യണം. അല്ലാഹുമ്മ ജാസിഹിം അന്നാ ഖൈറമാ യുജ്സാ ആലിമുൻ അൻ ഉമ്മത്തി എന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഉലമാഇനൊക്കെ എല്ലാവിധ ഖൈറും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനും അവന്റെ റസൂലിനും അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാഇനും വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം പൊതുജനങ്ങൾക്കും നന്മ വരണം എന്ന് നിങ്ങൾ വിചാരിക്കണം. അതാണ് ദീൻ, അതാണ് ഇസ്ലാം. അദ്ദീനു അൻ-നസീഹ, റിലിജൻ ഈസ് വെൽ വിഷിംഗ്. ഗുണകാംക്ഷയാണ് മതം എന്ന് പറയുന്നത്. ആർക്കൊക്കെ? എല്ലാവർക്കും നന്മ വരണം. എന്തൊരു മനോഹരമാണ് നമ്മുടെ വിശ്വാസം അല്ലേ? എല്ലാവർക്കും നന്മ വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ് റബ്ബിനെ ഓർക്കണം എന്ന് പറയുന്നത്. എന്നെ ഓർക്കുന്നവന്റെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു. നമ്മുടെ സദസ്സിൽ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, ഇൽമു കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ പറയാം. അള്ളാഹിന്റെ ശരീരം കൊണ്ട്, അള്ളാഹിന്റെ ദാത്ത് കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഇൽമു, റബ്ബിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ തിരുനോട്ടം കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധമായ ഖുർആനിനോട് ഗുണകാംക്ഷ വേണം. അള്ളാഹിന്റെ കിതാബ് എടുത്ത് ഓതണം, ഖുർആൻ പഠിക്കണം, തജ്വീദ് പഠിക്കണം. പ്രായമായല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ മദ്രസയിൽ ഉസ്താദുമാർ, നമ്മുടെ മഹല്ലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അത്ര പ്രായമുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവർ ചെയ്യാനൊക്കെ ഒരുക്കമാണ്. ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ഓതാൻ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, അത് ഓതണം. റമദാൻ മാസം മാത്രം ഓതി വെച്ച് പൂട്ടിവെക്കാനുള്ളതല്ല അത്. പുണ്യനബിയുടെ സുന്നത്തുകൾ പഠിപ്പിക്കണേ, സുന്നത്തുകൾ ജീവിപ്പിക്കണേ. അത് നബിയോടുള്ള ഗുണകാംക്ഷയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, നമ്മളൊക്കെ കണ്ണിൽ കണ്ട് ജീവിച്ച മഹാനാണ്. ഏതൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെ പറഞ്ഞിരുള്ളൂ മഹാനവറുകൾ. ഉസ്താദ് ഇവിടെ ഈ പരിസരത്ത് എവിടെയോ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആലുവ ഭാഗങ്ങളിൽ നിന്ന് ഉസ്താദ് പറയാം. ഉസ്താദിന്റെ വല്ലം എന്ന് പറഞ്ഞ പെരുമ്പാവൂര് നമ്മുടെ അബൂബക്കർ മുസ്ലിയാരുടെ പരിസരത്താണ് അല്ലേ? മാഷാ അല്ലാഹ്. ഏത് സദസ്സിലും വലത്തെ കൈ കൊണ്ട് തിന്നണേ, ഭക്ഷണം ബാക്കിയാവരുതേ, വൃത്തിയായി കഴിക്കണേ, ബിസ്മി ചൊല്ലണേ, അൽഹംദുലില്ലാ പറയണേ. ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ അവസാനത്തെ ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ കഴിക്കണേ, അതിൽ ബർക്കത്തുണ്ടാകും. വിരലുകൾ നിങ്ങൾ വൃത്തിയാക്കണേ, ഊമ്പി വൃത്തിയാക്കണേ. പറ്റുന്ന സദസ്സിലാണ് ഇങ്ങനെ ചെയ്യാലോ. നിങ്ങൾ അങ്ങനെ അദബ് പഠിപ്പിക്കും, സ്വലാത്ത് ചൊല്ലിപ്പിക്കും. മക്കൾക്ക് ഉമ്മമാരും മുലപ്പാല് കൊടുക്കുമ്പോ ഉമ്മ ബിസ്മി ചൊല്ലണം, കുട്ടിക്ക് ചൊല്ലാൻ പറ്റൂല. പഠിപ്പിച്ചിരുന്ന ഇൽമുകളാണ് അതൊക്കെ. അല്ലാഹു മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മുഹീ സുന്ന, സുന്നത്തിനെ ജീവിപ്പിച്ചിരുന്ന മഹാനായിരുന്നു. അത് നബിയോടുള്ള നസീഹത്താണ്. അതാണ് ഹബീബിനുള്ള കടപ്പാട്. നമ്മുടെ മക്കൾ വീട്ടിലേക്ക്, സ്കൂളിലേക്ക് പോകുമ്പോഴേ, മദ്രസയിലേക്ക് പോകുമ്പോഴേ മോനെ മോളെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിറങ്ങ്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അസ്സലാമു അലൈക്കും എന്നവർ പറയാൻ മറന്നാൽ, ഉമ്മാ പാ എന്ന് വിളിച്ച് അവർ ഓടി വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് മോനും പറയാൻ മറന്നുപോയോ, മോനത് പറയേ എന്നവരെ ഓർമ്മിപ്പിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലി കിടക്കാൻ വേണ്ടി പറയണം. വാഹനത്തിൽ ബസ്സിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മക്കൾക്ക് ചൊല്ലി കൊടുക്കണം. കിടന്നുറങ്ങുമ്പോൾ ബിസ്മിക റബ്ബി വദഅതു ജംബി ചൊല്ലി പഠിപ്പിക്കും മക്കളെ. എണീക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നവരെ പറഞ്ഞുകൊണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കുമോനെ മോളെ എന്ന് നമ്മുടെ മക്കളെ, പേരക്കുട്ടികളെ, നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ ഓർപ്പിക്കണം. വെറുതെ ഒരു സ്റ്റൈലാണ് ഇപ്പൊ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ നിന്ന് കുടിക്കുക. കല്യാണത്തിനൊക്കെ കാണും ഇങ്ങനെ ഇടത്തെ കൈ, അവരറിയുന്ന പോലില്ല. ഇടത്തെ കൈ കൊണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിരിക്കും ചിലപ്പോൾ. ഡിസ്പോസിബിൾ ഒക്കെ വലിച്ചെറിയാനുള്ളതല്ലേ, എന്നിട്ട് പോലും ഇടത്തെ കൈ കൊണ്ടാ കുടിക്കുക. അല്ലെങ്കിൽ തന്നെ വലതാ കുടിക്കേണ്ടത്. ഡിസ്പോസിബിൾ ആണെങ്കിലും അല്ലെങ്കിലും അത് ഇടതുകൊണ്ട് കുടിക്കുക. അങ്ങനെ നമ്മൾ അറിയാതെ പിശാച് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
അങ്ങനെ ആവരുതേ. പുണ്യ നബിയുടെ സുന്നത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരരുത്. അത് ജീവിപ്പിക്കണം. അത് നമ്മുടെ ജീവനാണ്. അതൊക്കെ നമ്മുടെ ഖബറിൽ കൂടെ ഉണ്ടാവൂ. ഖൈസ് ഇബ്നു ആസിമിനോട് പറഞ്ഞില്ലേ, ഖൈസേ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഒരു മാന്യനുണ്ടാവും കേട്ടോ, ഒരു ജീവനുള്ള ഒരാൾ. അത് നിങ്ങളുടെ കർമ്മമാണ്. ഫഅഖ്ലിൽ മിൻഹു ഔ അക്സർ. വേണമെങ്കിൽ കൂടുതൽ ചെയ്തോ, ആണെങ്കിൽ കുറച്ച് ചെയ്തോ, നിനക്ക് നിന്റെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഉറങ്ങുന്നില്ലേ, എണീക്കുന്നില്ലേ? വസ്ത്രം അഴിക്കുമ്പോൾ ഇടത് ഭാഗത്ത് അഴിച്ചു തുടങ്ങാം. സോക്സ് അഴിക്കുമ്പോൾ ഇടത് കാലിന്റെ സോക്സും ഷൂ അഴിക്കുക. ധരിക്കുമ്പോൾ വലത് കാല് സോക്സും ഷൂവും ചെരുപ്പൊക്കെ വലത് കാല് അഴിക്കുക. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത്തെ കാല്, പുറത്തേക്ക് വരുമ്പോൾ വലത്ത്, മസ്ജിദിൽ കയറുമ്പോൾ വലത്ത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് മാത്രം, ഇത് ജീവിതത്തിന്റെ എല്ലാം. സഹാബികൾ പറയും, ഞങ്ങൾ എങ്ങനെ മറയിരിക്കണം, ബാത്റൂമിൽ എങ്ങനെ പോകണമെന്ന്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. എന്താ കുഴപ്പം? നമുക്ക് വേണ്ടതൊക്കെ നബി ഞങ്ങൾ പഠിപ്പിച്ചു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വിട്ടുപോയില്ല. ഒന്നും ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ഊതരുതേ. ജേംസ് നമുക്കിപ്പോൾ മനസ്സിലായി അതൊക്കെ എന്തിനാ ഊതരുതെന്ന് പറഞ്ഞത്. ചൂടാറാൻ എന്തെങ്കിലും വേറെ വഴി നോക്കാം. പക്ഷെ നിങ്ങൾ വായ കൊണ്ട് ഊതിയിട്ട് എന്ത് ചെയ്യരുത്, ചൂടാറാൻ നിൽക്കരുത്. നിങ്ങൾ ചൂടുള്ള ഭക്ഷണം, തിളച്ച ഭക്ഷണം അത് നിങ്ങൾ കഴിക്കേണ്ട. ഒരൽപ്പം ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. പുണ്യനബി നിങ്ങൾ പറയാറുണ്ട്. ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടന്നുറങ്ങരുത്. ഇപ്പൊ വേള കഴിഞ്ഞിട്ട് പൊറോട്ട അടിച്ചിട്ട് കിടക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാ, ഭക്ഷണം കഴിച്ച് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇടവേള വേണം, എന്നിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് വലിയ വിശപ്പൊക്കെ ഉണ്ടെങ്കിലേ ഇച്ചിരി വെള്ളം വേറെ നിറയെ കുടിച്ചിട്ട് ഉറങ്ങിക്കോളൂ. എന്നാലും ഈ നേരത്ത് പോയിട്ട് അധികം ഭക്ഷണം കഴിച്ച് കിടക്കരുത്. കാരണം രാവിലെ മോർണിംഗ് ആണ് ഭക്ഷണത്തെ. ഇപ്പൊ ഇങ്ങനെ പോയി കിടന്ന് എന്ത് റാഹത്തായിരിക്കും അറിയോ? ഭക്ഷണം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ രാത്രി ഭക്ഷണം കഴിച്ചാൽ എത്ര നല്ല ഒരു ഡയറ്ററി സിസ്റ്റമാണത്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ, അല്ലെങ്കിൽ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് നോമ്പൊക്കെ ഉണ്ടെങ്കിൽ മഗ്രിബിന് ശേഷം ആ ഭക്ഷണത്തോടുകൂടെ സാദിഖ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു പോയോ? ഭക്ഷണം മഗ്രിബ് കഴിച്ച ഉടനെ കഴിക്കാറാന്ന് പറഞ്ഞു. പക്ഷെ നല്ല സിസ്റ്റമാണ്. അതാണ് ശരീഅത്തിന്റെ ശരിയായ രീതി. അതാണ് അശാ കഴിച്ചിട്ട് ഇശാ നിസ്കരിക്കുക. അശാ എന്ന് പറഞ്ഞാൽ ഡിന്നർ, രാത്രി ഭക്ഷണം, എന്നിട്ട് ഇശാ നിസ്കരിക്കുക. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സുബഹിക്ക് കഴിഞ്ഞ് സൂര്യോദയക്കായിട്ട് സൗകര്യമാണ് കഴിച്ചോളൂ. നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മൾക്ക് ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ ഈ രാത്രിയിൽ മുക്കറ്റം നിന്ന് കിടക്കുന്നതാണ്. അതിലാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവുന്നത്. മിതമായി ഭക്ഷണം കഴിക്കുക. നബി തങ്ങൾ ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നുസ്ഹു ലിറസൂലില്ലാഹ്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകളാണ്, സുന്നത്തുകളാണ്. നമ്മുടെ മക്കളെ നമ്മളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമേ. നമ്മൾ ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഗുണം കാക്ഷിക്കണം, എല്ലാവർക്കും നന്മ വരണേ എന്ന് വിചാരിക്കണം. ചില ആളുകൾ തിന്മ വരാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. അവരവരെ പാട്ടിന് വിടുക. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മുടെ നേതാക്കന്മാരോട്, ഉലമാഇനോട് അവർക്ക് ഗുണകാംക്ഷ നമ്മൾ വിചാരിക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പണ്ഡിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ നേതൃത്വം ആരുടെ കൈകളിലൊക്കെയാണോ അത്തരം സജ്ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേണം. മുസ്ലിമീന വആമ്മതിഹിം. ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ ഒരു ആലിമ് വന്ന കഥയുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഞാൻ കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കണ്ട. ആരോടെ പറയുന്നത്? ഹാറൂൺ റഷീദ്. എന്റെ ഉമ്മുവിനോടാണ് പറഞ്ഞത്. 2 റിവായത്ത് കാണാറുണ്ട്. ഏതായിരുന്നാലും അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, നിക്കട്ടെ, നിങ്ങൾ എന്നോട് ചൂടായിട്ട് ഉപദേശിക്കാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങളെക്കാളും ഹൈറായ 2 ആൾക്കാരെ, എന്നെക്കാളും വളരെ മോശക്കാരനായ ഒരാളുടെ അടുത്ത് അല്ലാഹു പറഞ്ഞേച്ചപ്പോ പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. സോഫ്റ്റ് ആയിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി കേട്ടോ എന്നാണ്. ആര് ഫിർഔനിനോട് സംസാരിക്കാൻ മൂസ നബിയെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും അല്ലാഹു പറഞ്ഞേച്ചപ്പോ അല്ലാഹു എന്താ പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. മൂസ നബിയെ, ഹാറൂൻ നബിയെ, ഫറോവയോട് സോഫ്റ്റ് സംസാരിക്കണം. സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി. ഹാർഷായിട്ട് സംസാരിക്കരുത്. റഫ് ലാംഗ്വേജ് ഉപയോഗിക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ ജെന്റിൽ ടോക്ക് ഇതേ പാടുള്ളൂ.
അപ്പോ ഞാൻ ഫിറൗനേക്കാൾ മോശം നല്ലല്ലോ, അല്ല. പിന്നെ നിങ്ങൾ മൂസാ നബിയേക്കാളും മെച്ചം നല്ലല്ലോ, അല്ല. അതുകൊണ്ട് വേല നിർത്തി പോയിക്കോളി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണോ നിങ്ങൾ ഉപദേശിക്കുന്നത്? ഭരണാധികാരികളോട് പറയുമ്പോഴേ അവരോട് അത്രയും മാന്യമായിട്ട് തന്നെ അതൊരു നസ്വീഹത്തിന്റെ ഭാഗമാണ്. അധികാരമുള്ള ആളുകളൊന്നും ചൂടായി പറഞ്ഞാൽ കേൾക്കൂല, അവരുടെ തലയിൽ കയറൂല. അത് പിശാച്ചുണ്ടാവും കൂടെ. നിങ്ങൾ അധികാരിയല്ലേ, എനിക്ക് ഇവിടെ ജയിലിട്ടൂടെ അയാൾ എന്നൊക്കെ തോന്നും. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക. فقولا له قولا لينا لعله يتذكر أو يخشى. يا الله, എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രതീക്ഷിക്കണം. അല്ലാമ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുണ്ട് ജാമിഉൽ ഉലൂം. അതിൽ മഹാൻ പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ സുന്നത്തും ഓരോരോ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ നടപ്പാക്കപ്പെടണം. എന്റെ ശരീരത്തിൽ നിന്ന് ഓരോരോ അവയവം മുറിഞ്ഞു പോയാലും തരക്കേടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ ജീവിക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. അല്ലാമ ഇബ്നു റജബ്. ഞാൻ ആഗ്രഹിക്കുകയാണ്, തിളച്ചുമറിയുന്ന പാത്രത്തിനുള്ളിൽ എന്നെ ചൂടുള്ള വെള്ളത്തിൽ കിടത്തിയിട്ട് എന്നെ തിളപ്പിച്ചാലും ശരി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ നടപ്പാക്കപ്പെടണം. ഇതാണ് എന്റെ ആഗ്രഹം. അത് പറഞ്ഞു പോയ ആലിമീൻ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുണ്ട്, യാ ലൈതനി കുൻതു ഫിദാഅൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയുടെ ഉമ്മത്തിന് വേണ്ടി ഞാൻ അങ്ങ് മരിച്ചു പോയാലും സാരമില്ലായിരുന്നു, എന്റെ ഉമ്മത്ത് രക്ഷപ്പെടണം, ഞാൻ കാരണം അവർക്ക് പരാജയം വരരുതേ. അല്ലാമ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അറഫയിൽ കിടന്ന് ദുആ ചെയ്തതുണ്ട്. ഹനായ ഹസനുൽ ബസ്രി തങ്ങളുടെ അടക്കമുള്ള റിവായത്തുകളുണ്ട്. സുജൂദിൽ കിടന്നിട്ട് പറയാണ്, അറഫാ ദിനത്തിൽ, അല്ലാഹുവേ, അഹ്ലുൽ മൗഖിഫിന്, ഈ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ പുറത്തു കൊടുക്കുമായിരിക്കാമല്ലേ റബ്ബേ. ഞാൻ ഉണ്ടായതിന്റെ പേരിൽ പുറത്തു കൊടുക്കാതിരിക്കല്ലേ. ഞാൻ കാരണം അവരാർക്കും ഒരു ഉപദ്രവം എന്നെ കൊണ്ട് വരരുതേ റബ്ബേ. ഞാൻ കാരണം അവരുടെ ദുആഇന് ഉത്തരം വരാതിരിക്കരുതേ. പടച്ചവനെ, മസ്റൂഖിന് പുറത്തുതാ, ഇവിടെ കൂടിയുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തണേ. ഞാൻ കാരണം അവരെ പരാജയപ്പെടരുതേ. അവരുടെ ദുആയാണ്. ഇതിലും അത്ഭുതമാണ് മഅറൂഫുൽ ഖർഖിയുടേത്. നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ദിജലയിലെ ടൈഗ്രീസ് നദി ഇറാഖിലാണ്. ടൈഗ്രീസ് നദി അറിയാലോ, യൂഫ്രട്ടീസും ടൈഗ്രീസും ഇറാഖിലൂടെ കടന്നു പോകുന്ന നദികൾ. ടൈഗ്രീസ് നദിയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ച് വിളക്ക് വെച്ച് നൃത്തമാടി പാട്ടുപാടി തിമർക്കുന്ന ഒരു സംഘം യുവാക്കൾ ഒരു നൗകയിൽ, ഒരു തോണിയിൽ, ഒരു ബോട്ടിൽ ദിജലയിലൂടെ ഇങ്ങനെ വെള്ളത്തിൽ, കൂടെയുള്ള ആളുകൾ മഅറൂഫുൽ ഖർഖി തങ്ങളോട് പറഞ്ഞില്ലേ, യാ ശൈഖനാ ഉദു അലൈഹിം നുഅമ്മിൻ, ആ ചെറുപ്പക്കാരെ ഒന്ന് നശിപ്പിക്കാൻ ദുആ ഇറക്കണേ, ഞങ്ങൾ ആമീൻ പറയാം. ഒരു ശൈഖിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ദിജലയുടെ ഓരത്തുകൂടെ. അപ്പൊ ഇങ്ങനെ ചപ്പാടും ബഹളം. ചെറുപ്പക്കാർ അങ്ങനെയാണല്ലോ, ആർപ്പുവിളിയും ഒരു ആനന്ദം ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ്. അവരെ പിടിച്ചാൽ കിട്ടൂല, അവർക്ക് തന്നെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനത്തെ ഒരു ആനന്ദ തിമിർത്താടുകയാണ്. മഅറൂഫുൽ ഖർഖി എന്ന ദുആഇന് ഉത്തരമുള്ള മഹാനാണ്, മുസ്തജാബു ദഅവയാണ്. ആ മഹാൻ ചെയ്ത പ്രാർത്ഥന ഓർമ്മയില്ലേ, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ് ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. എന്താ വിട്ടോയി, ഇതിനെങ്ങനെ ആമീൻ പറയാ? എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ദുനിയാവിൽ നീ അവരെ സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും അവരെ സന്തോഷിപ്പിക്കണമേ. ഇതാണ് ആ മഹാൻ ദുആ. ഇതൊരു വലിയ ചർച്ചയാണ്. എന്താണ് പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? പരലോകത്ത് സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നന്നാക്കണേ എന്നതിനർത്ഥം. അവർ പറഞ്ഞത് ഇവരെ ബോട്ടങ്ങ് മുങ്ങിത്താവാൻ വേണ്ടി തോരക്കണേ എന്നാ പറഞ്ഞു കൊടുത്തത്. പക്ഷെ അതല്ല മഹാൻ ദുആ ചെയ്തത്. അച്ഛവനെ, നീ ഇവരെ സന്തോഷിപ്പിച്ചില്ലേ, നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ. എത്ര വിശാലമായ ഹൃദയമാണ് അതൊക്കെ അല്ലേ. നമ്മളെന്താ തോരക്കുക? അവർക്ക് അങ്ങനെ ആവട്ടെ, അവർക്ക് എങ്ങനെ, നമ്മൾ ചെറിയൊരു ശത്രുത ഉണ്ടായാൽ മതി, ഇടുത്തി വീഴട്ടെ, തലേക്ക് ബിൽഡിംഗ് ഒഴിഞ്ഞാടട്ടെ, എങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വലുതാണ്. നമ്മളെയൊക്കെ നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്ക് അള്ളാഹു, ഇഫ് വി ആർ ഹെൽഡ് അക്കൗണ്ടബിൾ, നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹു മാപ്പ് തന്നാലല്ലാതെ. അതുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കുക. മുസ്ലിം മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു സംഘത്തിന്റെ നേതാവായി ഹബീബിന്റെ സന്നിധാനത്ത് വന്ന് ബൈഅത്ത് ചെയ്തു പോവുകയാണ്. നബിയേ, അങ്ങ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഗുണകാംക്ഷയാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കുതിരയെ കച്ചവടം ചെയ്തു. 300 ദീനാറിനാണ് കുതിരയെ വാങ്ങുന്നത്. ഒരാൾ വിറ്റത്, അദ്ദേഹം വാങ്ങിക്കുകയാണ്. സ്വഹാബി. ആര്? സ്വഹാബികളിലെ യൂസുഫ് നബി എന്ന് പറഞ്ഞിരുന്ന, അത്രയും ഭംഗിയുണ്ടായിരുന്ന മഹാനായ ജരീർ ഇബ്നു
അബ്ദില്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു ഖസാം ഗോത്രക്കാരനാണ്. 300 ദിനാർ അദ്ദേഹം ചോദിച്ചു. വാങ്ങിക്കുന്ന ആളാണ് ജരീർ എന്നവര്. വിറ്റത് എത്ര? 300-ന്. ചോദിച്ചു, ഞാൻ 400 തരട്ടെ എന്ന് ചോദിച്ചു. എന്താ സംഭവം? 300 വെച്ചാൽ 250 തരുമെന്നല്ലേ ചോദിക്കല്? 400 തരട്ടെ എന്ന് ചോദിച്ചു. വേണമെങ്കിൽ തന്നോളൂ. 500 ആയാലോ? അതും കുഴപ്പമില്ല. അങ്ങനെ 700-നാണ് കച്ചവടം ഉറപ്പിച്ചത്. കച്ചവടം വിറ്റ ആൾക്ക് 300 മതി. പക്ഷെ ജരീർ എന്നോട് പറഞ്ഞു, അള്ളാന്റെ റസൂലിനോട് ഞാനൊരു ബൈഅത്ത് ചെയ്തു, എല്ലാവർക്കും ഗുണം വരട്ടെ. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഗുണം വരട്ടെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദിച്ചതിലും 400 ഏറെ തന്ന് ഈ ബിസിനസ് ക്ലോസ് ചെയ്തത്. 700 കൊടുത്തു, 300 ചോദിച്ചപ്പോ. എന്നിട്ട് പറഞ്ഞ വാക്കതാണ്, ഇതെന്റെ പുണ്യ നബിയോട് ഞാൻ കൊടുത്ത വാക്കാണ്, എല്ലാവർക്കും ഗുണം കാക്ഷിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് പറഞ്ഞ സമയമായി. ഞാൻ ആ പറഞ്ഞ കറക്റ്റ് സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിന്നെ കുറ്റം പറയണ്ട. ഇനി നമ്മൾ ദുആ ചെയ്ത് പിരിയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ 50 ആകുമ്പോഴാണ് പറഞ്ഞത്, അരമണിക്കൂറാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ്. ചെയിൻ വലിച്ച് നിർത്തൂല വണ്ടി, ആ നിർത്തലാണ് ഇപ്പോൾ നിർത്തിയത്. അല്ലെങ്കിൽ അങ്ങ് നീണ്ടുപോയി മഞ്ഞ കൊണ്ട് നിങ്ങൾ പറയാം അവസ്ഥാനം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തലവേദന വന്നു, പല്ലുവേദന വന്നു, ജലദോഷം വന്നു. അള്ളാഹു ഒന്നുമില്ലാതെ നമ്മളെ കാക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. CMJ-യുടെ പരിപാടി നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ അല്ലാഹുവേ ചെറുവേലിക്കുന്നിലെ ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവര് ഉണ്ട്. ഇവിടെ ഉമ്മമാര് പിഞ്ചുമക്കളെയും മടിയിൽ വെച്ചിരിക്കുന്നവരുണ്ട് റബ്ബേ. കാലിന് ശരീരത്തിന് വേദനയുള്ളവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തും അപ്പ് ചെയ്ത് ഞങ്ങളെ ശുദ്ധിയുള്ളവരായി സ്വീകരിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, അതിലധികവും രോഗശമനമാണ് അല്ലാഹുവേ. ഒരുപാട് രോഗികൾ, ഒരു ചെറിയ മോന് കണ്ണുകൾക്ക് ക്യാൻസർ വന്ന വിഷമത്തിലാണ് റബ്ബേ. ഖലീൽ എന്ന് പറയുന്ന മോന്, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കണേ റഹ്മാനേ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഹലാലായ മുറാദുകൾ ഹാസിലാകാനും രോഗശമനത്തിനായിട്ടും ഭർത്താവ് മരിച്ചുപോയിട്ടുണ്ട്, കാരണവന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആയിരക്കാനും വിധവയായ സഹോദരി അവർക്ക് വേണ്ടി ദുആയിരക്കാനൊക്കെ വസിയത്തുകളുണ്ട്. പല സംഖ്യകളും സംഭാവന ചെയ്ത് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അർഹമർ റഹീമീനായ റബ്ബേ, ഇവിടെ എഴുതി അറിയിച്ചാലും ഇല്ലെങ്കിലും എല്ലാം മനസ്സ് വായിക്കാൻ കഴിയുന്ന റബ്ബേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ അതവർക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇരിക്കുന്ന വേദനകളും വിഷമങ്ങളും അറിയുന്ന റബ്ബേ, ഈ പാതിരാത്രിയിൽ നിന്റെ ഇൽമ പറയപ്പെട്ട സദസ്സിൽ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി താ റഹ്മാനേ. വിഷമങ്ങൾ പരിഹരിക്കണേ റബ്ബേ. ഒരുപാട് കടബാധ്യതകൾ ഉണ്ടല്ലാ, നമ്മുടെ കടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. കാരുണ്യവാനെ, മക്കളില്ലാത്ത ദമ്പതികളുണ്ട് പടച്ചവനെ, അവർ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഉന്നത വിജയം നൽകണേ റബ്ബേ. ഇവിടെ ക്യാമ്പസുകളിൽ അല്ലാഹുവേ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ അല്ലാഹുവേ ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും വിശേഷിച്ച് ലഹരിയുടെ മുക്തി എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്, നീ രക്ഷിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, സഹോദര സഹോദരിമാര് തമ്മിൽ, ബന്ധുക്കൾ അയൽവാസികൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ, അല്ലാഹുവയുടെ ഹൈന്ദവ സഹോദരങ്ങളടക്കം വിവിധ മതവിശ്വാസികൾ കൂടിക്കലർന്ന് സ്നേഹത്തോടെ ജീവിക്കുന്ന നാടാണ് അല്ലാഹുവേ ഈ ചെറുവേലിക്കുന്ന്. പടച്ചവനെ, ഞങ്ങളുടെ നാട് മുഴുക്കയും ഭാരതത്തിൽ ഒന്നാകെയും അല്ലാഹുവേ ആ ഒരു നന്മയെ, സ്നേഹത്തെ നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവും കാലാകാലങ്ങളിലായി നിലനിന്നു പോകുന്ന ഭാരതമാണ് റബ്ബേ ഇത്. ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കാറ്റുലാഭത്തിന് വേണ്ടി അത് തച്ചുടക്കാൻ ശ്രമിക്കുമ്പോൾ റബ്ബേ നിന്റെ കാവലുണ്ടാകണേ അല്ലാഹ്. കാരുണ്യവാനെ, സ്നേഹം, എല്ലാവർക്കും നന്മ വരണം, എല്ലാവരും നന്നാവണം, എല്ലാവർക്കും സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുന്നത് എന്ന് ജരീർ ഇബ്നു അബ്ദില്ലാഹി തങ്ങളെ പഠിപ്പിച്ചില്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിൽ ആ ചിന്തകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരം അല്ലാഹുവേ കൃത്യമായി നിർവഹിക്കാനും